വിജയുടെ റീസെൻറ്റ് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു അപരാധം പടം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അത്രയും മോശം സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ VP ആദ്യം നമ്മൾ ഇതിൻ്റെ റൂമർ വന്നതെന്ന് പറഞ്ഞാൽ ജെമിനിമാനാണ്, മറ്റേ സൈഫൈ ആണെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിരുന്നാൽ പിന്നെയും ഭേദം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല, നല്ലൊരു മാസ് എലവേഷൻ ഇല്ല, BGM ഇല്ല, മൊത്തത്തിൽ പ്യൂർ അപരാധം എന്ന് വേണമെങ്കിൽ പറയപ്പെടാം. വിജയുടെ ഒരു അവസാന ചിത്രം എന്ന ലേബലിൽ ചിത്രം വന്നത് സെക്കൻഡ് ലാസ്റ്റ് പടമാണ്. അപ്പം ഞാൻ വിജയ് ഫാനാണ്. വിജയ് ഫാൻ എന്നതിൽ ഭയങ്കര നിരാശനാണ്. കാര്യം ഒട്ടും ഇമ്പ്രസീവ് അല്ല പടം. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വെങ്കട്ട് പ്രഭുവിൻ്റെ ഒന്നുകിൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ നല്ല പടം. ഇത് ഭയങ്കര ഡിസാസ്റ്റർ ലെവലായിട്ട് എനിക്ക് തോന്നി. ഒട്ടും ഈ തമിഴ്നാട്ടിൽ അവിടെയൊക്കെ എങ്ങനെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ കണ്ട പേഴ്സണലി ഒരു വിജയ് ഫാനാണ്. എനിക്ക് ഒട്ടും ഇമ്പ്രസീവ് ആയിട്ടില്ല. കാര്യം ഇതിനകത്ത് മാസ് എന്ന് പറയുന്ന മാസ് എലവേഷൻ ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല. പ്യൂർ അപരാധമായിട്ട് എനിക്ക് പടം തോന്നി. ഈ 4 മണിക്ക് വന്ന ഫാൻസിൻ്റെ അവസ്ഥ എന്താണ്? ഒരൊറ്റ തിയേറ്ററിലൊക്കെ എല്ലാവരും ഉറക്കം തൂങ്ങിയിരുന്നുണ്ടത്. കാര്യം പ്യൂർ അപരാധമായിട്ട് എനിക്ക് തോന്നിയത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒന്നും കൊള്ളത്തില്ല, എല്ലാം അപരാധമാണ്. കൊള്ളത്തില്ല. BGM ടോട്ടൽ മേക്കിംഗ് വെങ്കട്ട് പ്രഭുവിൻ്റെ ഒരു ലെവൽ ഓഫ് മേക്കിംഗ് വന്നിട്ടുണ്ടോ? വെങ്കട്ട് പ്രഭുവിൻ്റെ മേക്കിംഗ് ഒക്കെ കൊള്ളാം. പക്ഷേ മേക്കിംഗ് വന്നിട്ട് കാര്യമില്ലല്ലോ. പടം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മേക്കിംഗ് അതുണ്ടായിട്ട് കാര്യമില്ല. പടം മൊത്തത്തിൽ മോശമായിട്ടാണ്. 1600 കോടി അടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു സിനിമ. എനിക്കറിഞ്ഞൂടാ 1600 എത്ര കോടി അടിച്ചാലും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു നോർമൽ ഓഡിയൻസ് ചിത്രം ഇഷ്ടപ്പെടത്തില്ല. എനിക്കറിഞ്ഞൂടാ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നോർമൽ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു, ഫാൻ എന്ന നിലയിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും മൊത്തത്തിൽ ബോറടിച്ചെന്ന് കുറേ കണ്ട ഒരു വിജയ പടമായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും തിയേറ്ററാണെങ്കിലും ബോറടിച്ചിരുന്ന പടങ്ങൾ. വിജയ് വെച്ച് ആനിമേഷൻ വെച്ച് അങ്ങ് കുളമാക്കി വെച്ചേക്കുവോ, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. വിജയുടെ നമ്മളെല്ലാ പ്രാവശ്യവും വിജയ TV കാണുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റൊക്കെ പോയി കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇമ്പ്രഷനെങ്കിലും ഉണ്ട്. ഇത് ജസ്റ്റ് AI വെച്ച് അല്ലമ്പെന്ന് പറഞ്ഞാൽ ഇമ്മാരി ആക്കി വെച്ചേക്കും. നമുക്ക് ജസ്റ്റ് വിജയെ കാണാൻ പോലും അത്ര ഒരു ഡബിൾ റോളായിട്ട് വന്നിട്ടും എറിച്ചില്ലേ? അയ്യോ, ഡബിൾ റോളൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ പൊന്നു മോനെ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാനാണ്. ഞാനാണെങ്കിൽ ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല ഈ പടം കാണാനായിട്ട്. ഫസ്റ്റ് വന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യണം അറിയാമോ. ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന ഈ പടം കാണാനായിട്ട്. വെളുപ്പിൻ്റെ 4 മണിക്ക് വരുന്ന പ്രേക്ഷകരുടെ അവസ്ഥ എന്താണ്? എന്തൊരു പടം ചെയ്ത് വെച്ചേക്കുന്നത്. ചിത്രത്തിൽ ഒരു വായിക്കോളാം. BGM മേക്കിംഗ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? BGM മേക്കിംഗ് ഒക്കെ കൊള്ളാം, BGM ഒക്കെ കൊള്ളാം. പക്ഷേ വിജയുടെ ആ മുഖം അങ്ങോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പടം അങ്ങ് വെറുത്തു പോകും. ആ രീതിയിലാക്കി വെച്ചേക്കുമല്ല.